നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. മീനൻ രാശി. പൂരിട്ടാതിക്കാൽ, ഉത്തരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. 2026 ജൂലൈ മാസത്തിൽ മീനൻ രാശിയുടെ രാശ്യാധിപനായ വ്യാഴം 5ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി സ്ഥിതി ചെയ്യുന്നു. 6ാം ഭാവാധിപനായ സൂര്യൻ 4, 5 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. അഷ്ടമാധിപനായ ശുക്രൻ 6ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്ന സമയമായതിനാൽ പാദങ്ങൾ, സന്ധികൾ എന്നിവയിൽ വേദന, വയറുവേദന, മാനസിക സമ്മർദ്ദം എന്നിവയുണ്ടാകാം. 5ാം ഭാവത്തിൽ ഉച്ചസ്ഥനായ വ്യാഴം ബുധനോടും സൂര്യനോടും യോഗം ചെയ്യുന്നു. ഇത് അധ്യാപനം, സാഹിത്യം, കല, മനഃശാസ്ത്രം, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ പഠിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ നൽകും. പഴയ വിഷയങ്ങൾ ആവർത്തിക്കാനും അടിസ്ഥാനങ്ങൾ ശക്തമാക്കാനും ഈ സമയം ഉപകരിക്കും. 10ാം ഭാവാധിപനായ വ്യാഴമാണ് ഉച്ചസ്ഥനായ 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ജോലി മാറാൻ ആഗ്രഹമുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത നൽകുന്നു. തൊഴിൽ സ്ഥലത്ത് അധികാരങ്ങൾ ലഭിക്കുകയും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അധികാരമുള്ള തൊഴിലുകൾ ലഭിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, ധനകാര്യ സേവനങ്ങൾ, ക്രിയേറ്റീവ് മേഖലകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പുരോഗതി പ്രതീക്ഷിക്കാം. 7ാം ഭാവാധിപനായ ബുധൻ 4, 5 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിലവിലുള്ള ബിസിനസ്സുകൾ വികസിപ്പിക്കാൻ കഴിയും. പക്ഷേ പങ്കാളിത്ത ബിസിനസ്സിലും നിക്ഷേപങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണം. ഓൺലൈൻ ബിസിനസ്, വിദ്യാഭ്യാസ സേവനങ്ങൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വർദ്ധിക്കും. ചിലവുകൾ നിയന്ത്രിക്കണം. പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ ശക്തമാകാനും അവിവാഹിതർക്ക് പുതിയ നല്ല ബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു. ദാമ്പത്യബന്ധം സുഖകരമായിരിക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പങ്കാളികൾക്ക് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയും. വിവാഹം ആലോചിക്കുന്നവർ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. 7ര ശനിയുടെ സമയം ആയതുകൊണ്ട് നിത്യവും ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ കൂടി ജപിക്കുക.